അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ.ജി. ഗോപകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തിയത്. സംഘടനയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ.ജി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആകെ വരുമാന മാർഗമായ ഒരേ ഒരു വരുമാന സ്രോതസ്സായ നമ്മുടെ വരുമാനം നിലച്ചു പോയാൽ, ആ കുടുംബം ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് വന്നാൽ, നമുക്കൊരു മാരകമായ രോഗം ബാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു മരണത്തെ തുടർന്നൊരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ, ആ ഒരു കാലഘട്ടം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തൊട്ടടുത്ത ഒരു വരുമാന സ്രോതസ്സിലേക്ക് ആ കുടുംബം എത്തിച്ചേരുന്ന അത്ര സമയം, ആ സമയത്തിലേക്കൊക്കെ നമുക്ക് ആ കുടുംബത്തിന് ഒന്ന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംഖ്യ കൊടുക്കണം എന്നൊരു ബോധ്യത്തിലാണ് 2009 നമ്മൾ തുടങ്ങിയ വെൽഫെയർ പദ്ധതി. പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ.പി. റോയിച്ചൻ ചടങ്ങിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മീര കണ്ണൻ മുഖ്യപ്രഭാഷണവും സംഘടനാ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാഗതൻ ജില്ലാതല അവലോകനവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് പി.ആർ. അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിസാർ കാസിം ലൈഫ് ലൈൻ പദ്ധതിയുടെയും ജില്ലാ ട്രഷറർ സുമേഷ് എസ്. പിള്ള വെൽഫെയർ ആൻഡ് ഇൻഷുറൻസ് പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജൻ കൈരളി, ട്രഷറർ സി.ഡി. ജയപ്രസാദ്, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ പ്രവീൺ ബാലൻ, എം.കെ. മോഹൻ, സജീവ് മാധവൻ, എം.ബി. പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. സിറ്റി വിഷൻ, അടിമാലി.